കർക്കിടകവാവിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടന്നു. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ആയിരങ്ങൾ ബലിയർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കർക്കിടകവാവ് പ്രമാണിച്ച് ഇത്തരത്തിൽ ബലിതർപ്പണ ക്രിയകൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ശംഖുമുഖം ബീച്ചിലാണ്. അത് ഇവിടെ രാവിലെ പുലർച്ചെ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ക്രിയകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരേ സമയം 1000-ലധികം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ക്രിയകളൊക്കെ തന്നെ നടന്നു വരുന്നത്. നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ബലിതർപ്പണ ക്രിയകൾ നടത്തുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചേച്ചി, രാവിലെ തന്നെ ബലിതർപ്പണ ക്രിയകൾ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയായിരുന്നു. സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മന്ത്രമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, കുഴപ്പമില്ല. കടലിലിറങ്ങി നിമജ്ജനം ചെയ്യാനുള്ള ഒരു അതില്ല, പകരം അവർ ബാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശ്നമില്ല, നമ്മൾ രാവിലെ കുളിച്ചിട്ടല്ലേ വരുന്നത്, പിന്നെ ബാക്കിയൊക്കെ ചെയ്യാൻ സൗകര്യമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ എത്തിയിരുന്നു. തിരക്ക് എങ്ങനെയുണ്ട്? തിരക്കുണ്ട്, എന്നാലും അതനുസരിച്ച് അവർ കൈകാര്യം ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്ത് വിടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പണ്ടത്തെ പോലെ കടലിലോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ഷവറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, കുളിക്കാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. ഈ കളയുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ കളയുന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. മറ്റേ കടലിൽ കളഞ്ഞുകൊണ്ടിരുന്നു, ആ വ്യത്യാസമേ ഉള്ളൂ. നിമജ്ജനം ചെയ്യാൻ നേരത്തെ പറ്റിയിരുന്നത് പോലെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് കടലിലിറങ്ങി ഇത്തരത്തിൽ ഈ നിമജ്ജനം ചെയ്യുവാനുള്ള സൗകര്യമില്ല, മറിച്ച് മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കടലിലിറങ്ങി നിമജ്ജനം ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാലും ഇത്തരത്തിൽ ഇറങ്ങി ബലിതർപ്പണം ചെയ്ത മറ്റ് ക്രിയകൾ ചെയ്ത ഇത് കടലിൽ നിമജ്ജനം ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ആരംഭിച്ച ക്രിയകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഴുവനായും ഇവിടെ ഈ കർക്കിടകവാവ് ബലി കർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും. എല്ലാവർക്കും കൃത്യമായി പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടാതെ തന്നെ കടലിലിറങ്ങി നിമജ്ജനം ചെയ്ത് സ്നാനം ചെയ്യുവാനുള്ള സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രത്യേകമായി കുടിവെള്ളം ഇവിടെ എത്തിച്ച് ഷവർ മുഖാന്തരം ഇത്തരത്തിലെത്തിയ ഭക്തർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ വിപുലമായി തന്നെയാണ് കർക്കിടകവാവിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാകുന്നത്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്.